വൈശാഖേ, ചേച്ചി നല്ല എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. നല്ല തുറന്ന് പാടി, നന്നായിട്ട് പാടി. പിന്നെ പല്ലവിയിലൊന്നും എനിക്ക് വലിയ തെറ്റുകളൊന്നും തോന്നിയില്ല. ചരണത്തിലെ മണ്ണിലൊരു തൂണാക്കാം എന്നൊരുതുണ്ട്. രണ്ടാമത്തെ വരി പാടാം. ആ, കഴിഞ്ഞിട്ട് അടുത്ത വരി. പത്ത് മൂഴം ഈ സെയിം ട്യൂണിൽ വരുന്ന എന്താണ് പറയും, അല്ല ഒന്ന് ചരണം തുടക്കം പാടൂ. ഞാൻ പറയാം ലൈനാന്ന് പാടി വന്നു. വാളും നാളെ കൊത്തുപണി ചെയ്യാനായി അടുത്ത വരി. ചേറ്റുമലരമ്മച്ചിക്ക് മണ്ണിലൊരു തൂണാക്കാം, എന്നല്ലേ? മണ്ണിലൊരു തൂണാക്കാം, ആ, ഇതാണ് മണ്ണിലൊരു തൂണാക്കാം. രണ്ട് ചരണത്തിലും സെയിം ലൈൻ തെറ്റിച്ചു. പഠിച്ചപ്പോ ശ്രദ്ധിച്ച് പഠിച്ചില്ല അല്ലേ? അതെങ്ങനെ മിസ് ചെയ്യാൻ പറ്റും? അതിനകത്ത് ഏറ്റവും നമുക്ക് മനസ്സിൽ നിൽക്കുന്ന ഒരു വരി, ഒരു ഫ്രേസാണത്. പിന്നെ അതൊക്കെ നന്നായിട്ട് വന്നു, ക്ലീൻ ആയിട്ട് വന്നു. പിന്നെ ഒരു കോവിലിലെ എന്ന് പറഞ്ഞൊരു സാധനം പാടില്ല, കോവിലിലെ അതൊന്ന് ആ പോർഷൻ എന്നിട്ട് പാടാം. കോവിലിലെ കൊടിമരവും പാടിയിലെ പടുമരവും ഈ കൈ വെച്ചാൽ പൊന്നാക്കും കലയുടെ മറിമായം. ഓക്കെ, നന്നായി വന്നു. പിന്നെ പടുമരം അത് തന്നെ ഞാൻ എഴുതിയിരിക്കുന്ന ഒരു ലാസ്റ്റ് പല്ലവിയിൽ ഒരു ചാണോളം നീളത്തിൽ, വാക്ക് മനസ്സിലായില്ല, പിന്നെ പാടിയത് എന്താന്ന് മനസ്സിലായില്ല. ഒരു ചാണോളം നീളത്തിൽ, ബാക്കി എന്തായിരുന്നു? എന്താണ്? ഇപ്പോഴും മനസ്സിലായില്ല. എന്നിട്ട് മനസ്സിലായില്ല മോനെ? ഇപ്പോഴും മനസ്സിലായില്ല. അത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണോ? ഒന്ന് നോക്കിയ പല്ലവി വേണമെങ്കിൽ ഫുള്ള് പാടി നോക്കിക്കോളൂ. അപ്പൊ വൈശാഖിനത് അറിയില്ല, പാടി നോക്കിയ പല്ലേ മുഴുവൻ ഒന്ന് പാടി നോക്കൂ. തേവാരം നിൽക്കുന്നുണ്ട് അകലെ അകലെ മുകില്, തനതന്നാരം പാടുന്നുണ്ട് പകലിലറിയ വെയില്, പുന്നാര പെരുന്തച്ഛനെ വിരുതുകൊണ്ട് ഭൂലോകം ചമച്ചവനെ, കാണാതെ മറുമറുത്ത് കനവ് കൊണ്ട് കൊട്ടാരം പണിഞ്ഞവനെ, ഒരു ചാണോളം നീളത്ത് ഉയരിനു രൂപം താ. ഉയിരിനു രൂപം താ, ഉയിരിനൊരു രൂപം താന്നാണ്. ഓക്കെ, അത് ആർക്കും ഒന്നും മനസ്സിലായില്ല. എത്ര വൈപ്പല്ലേ പാടി. വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ക്ലിയർ ആയിരിക്കണം പറയുന്നത് കേട്ടോ. ഓക്കെ, അത്രേ എനിക്ക് തോന്നിയുള്ളൂ, ബാക്കിയൊന്നും കുഴപ്പമില്ലായിരുന്നു. വൈശാഖ് നല്ല ബ്രൈറ്റായിട്ട് പാടി. വരികൾ സ്ട്രെസ് ചെയ്യേണ്ട അടുത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട് പലവരിടത്തും, സ്ട്രെസ് ചെയ്യുന്ന സ്ഥലത്ത് അതിനുള്ള ഒരു എംഫസൈസ് കൊടുക്കണില്ല. അതിൻ്റെ ഒരു പോരായ്മകളാണ് ഉള്ളത്. പിന്നെ ചില പോർഷനിൽ ഫ്ലാറ്റ് ആവുന്നുണ്ട്, ഹൈ പോയ പോർഷൻസ്, ഒരു മുകളിലത്തെ ഷഡ്ജം പിടിക്കുന്ന ആ സ്ഥലമുണ്ട്, അവിടെയൊക്കെ ഫ്ലൈറ്റ് ആയിട്ടുണ്ട് മുന്നിട്ടത്. പക്ഷേ ടോട്ടലി നന്നായിരുന്നു. നല്ല ഒരു മൂഡുണ്ടായിരുന്നു ഈ പാട്ടിൻ്റെ. ഓപ്പണായിട്ട് തുറന്ന് പാടിയുണ്ട്. വോയിസൊക്കെ നല്ല നല്ല പിച്ചായിരുന്നു തോന്നുന്നു. എൻ്റെ വോയിസിന് പറ്റിയ ഒരു ഡി ആണോ ഇത്? ബി ഫ്ലാറ്റ് ആണോ? ഓ, ബി ഫ്ലാറ്റ്. ഓക്കെ ഓക്കെ. വൈശാഖ് കലക്കി കളഞ്ഞു. ഇതിൻ്റെ അകത്ത് ഈ പെർഫോമൻസ് എന്നുള്ള ഒരു ആസ്പെക്റ്റ് മോൻ, ഐ തിങ്ക് മോൻ്റെ വോയിസിൽ തന്നെ അതുണ്ട്. അതിൻ്റെ അത് അധികം യു ഡോണ്ട് ഹാവ് അധികം മൂവ്മെൻ്റ് ഒന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. പിന്നെ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് രസമായിട്ട് തോന്നിയത് പാടിയതൊക്കെ വളരെ കെയർഫുള്ളായിട്ട് പാടി. ആ BGM വരുമ്പോൾ ഉണ്ടല്ലോ, പുള്ളി ഒന്ന് റെഡിയായി. എസ്പെഷ്യലി ആഫ്റ്റർ ദ ഫസ്റ്റ് BGM വന്നപ്പോഴത്തേക്ക് ഒന്ന് ലൂസായ ആൾ. എനിക്ക് പറയാനുള്ളൊരു കാര്യം മൈക്ക് പ്ലേസ്മെൻ്റ് ആണ്. മൈക്ക് പ്ലേസ്മെൻറ്റ് മോൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇറ്റ്സ് ബീങ് ടെലികാസ്റ്റ്. മോൻ മൈക്ക് പിടിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്ക് മാക്സിമം ഇതുണ്ട്. ഇപ്പോൾ ജസ്റ്റ് സീ ദിസ്. ഇപ്പം ഇങ്ങനെ കേൾക്കുന്നുണ്ടോ? ഇറ്റ്സ് നോട്ട് ആസ് ക്ലിയർ. കേട്ടോ? സീ ഹൗ ക്ലിയർ ഇറ്റ് ഇസ്. ഹലോ 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 ഹലോ. സീ ദി ഡിഫറൻസ്? ഹലോ. അപ്പോൾ കഴിയുന്നതും
മൈക്ക് പ്ലേസ്മെന്റ് ഇങ്ങനെ ആയിരിക്കണം. See this? Yeah? ഒരു സെക്കൻഡ്, നമുക്ക് ഈ സോങ് തന്നെ ജസ്റ്റ് ആ ഒരു വിത്ത് ദ മ്യൂസിഷ്യൻസ് ഇൻട്രോ മാത്രം മുൻ മൈക്ക് കുറച്ചുകൂടി അടുപ്പിച്ചൊന്ന് പാടിക്കേ. ജസ്റ്റ് ഒരു 4 വരി. തേവാരം നിൽക്കുന്നുണ്ട് അകലെ അകലെ മുകില്, തനതന്നാരം പാടുന്നുണ്ട് പകലിൽ അറിയവയില്. വെരി ഗുഡ്, എക്സലന്റ്. എസ്പെഷ്യലി ഞാൻ ഹെഡ്ഫോൺസിൽ അത് പ്രത്യേകം ചെക്ക് ചെയ്യായിരുന്നു. അതിൻ്റെ ബ്രൈറ്റ്നെസ് ആയി കുറച്ചുകൂടി നല്ല ബ്രൈറ്റ് ആയിട്ട് വന്നു മുൻപ് വോയിസ് കേട്ടോ. അപ്പോൾ ബി ഓൾവേസ് കെയർഫുൾ, കുറച്ചുകൂടി അടുപ്പിച്ച് പാടുക. ഓക്കെ, അല്ലെങ്കിൽ കലകി, ഡോണ്ട് വറി, യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. വൈശാഖേ നന്നായി പാടിട്ടോ. താങ്ക് യു. നല്ല സെറ്റ് പാടി. എല്ലാം നല്ലായിരുന്നു. ആശാരിക്കും അമ്മച്ചിക്കും മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ പോണേന് മുമ്പ് പ്രത്യേകം പറഞ്ഞതും വൈശാഖിനോട്. എന്നാ ജോസ്നെ എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് എന്ന് പറയാം, പക്ഷെ അത് പാട്ടിൽ ആവശ്യപ്പെട്ടാലേ പറയുള്ളൂ. അങ്ങനല്ല, അത് പഠിച്ചത് ഒരിക്കലും മറക്കാൻ കഴിയുന്നില്ല, അതെന്തെന്നായാലും. പക്ഷെ എന്നാലും തെറ്റ് പഠിച്ചു പോയാൽ കറക്റ്റ് ചെയ്തെന്നാ പാടാൻ പറ്റില്ലേ? അല്ല അങ്ങനല്ല അമ്മ, അങ്ങനല്ല. വൈശാഖേ, പറഞ്ഞോളൂ വൈശാഖ. നീ നമ്മളെ നാട്ടിനെ പറയിക്കും. ഇല്ല നീ തെറ്റുപറ്റി ഇനി മിണ്ടാതിരിക്കുക. സാർ അതിനിപ്പോ സാറിപ്പോ തിരുവനന്തപുരം അല്ലേ? അതൊന്നും പറഞ്ഞിട്ട് ഇപ്പൊ കാര്യമില്ല. അതൊക്കെ അതെല്ലാം ഇനി മാറ്റിയെടുക്കണം. ആശാരിക്കും എന്ന് പറഞ്ഞു. ആശാരിക്കും അമ്മച്ചിക്കും അമ്മച്ചിക്കും ഒന്ന് ഉറപ്പിച്ചു പറ. അമ്മച്ചിക്കും. ആ കണ്ടോ, അത് പറയുമ്പോഴുള്ള വ്യത്യാസം കണ്ടോ? ശരി, കളിയാക്കല്ല കേട്ടോ, അത് വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഇപ്പോ പാട്ട് പാടുമ്പോ ഞാൻ തൃശ്ശൂർ ഭാഷയിൽ പാടി എങ്ങനെ ഉണ്ടാവും? ഭയങ്കര ബോറായിരിക്കില്ലേ? സത്യം. ആ അതെ, അത് പിന്നെ അല്ലെങ്കിലും ബോറാണെന്നാണോ? ഓക്കെ, എന്തായാലും ഈ പെർഫോമൻസിന് വൈശാഖിന് എത്ര മാർക്ക് ഉണ്ട് നോക്കാം. അല്ല വൈശാഖ് ഇത് എഴുതുമ്പം എങ്ങനെയാ എഴുതുക? ആശാരിക്കും എഴുതുന്നെങ്കിൽ എങ്ങനെയാ എഴുതുക? അല്ല യാ കൂട്ടി എഴുതുവോ? പഴയ ലിപിയാണോ പറയണത്? അല്ല ഞാനിങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ എഴുതി കഴിയുമ്പോ തല തിരിച്ചിട്ടല്ലേ. ശരി, അല്ല ഞാനതാ തിരിഞ്ഞു നിന്നിട്ട് കാണുന്നു. അല്ല ഞാൻ ചോദിച്ചത് യാ കൂട്ടി എഴുതും അതോ വെറും കാ മാത്രമേ എഴുതുള്ളൂ എന്നാ ഞാൻ ചോദിച്ചത്. കാന്ന് എഴുതിയിട്ട് ഇത് അപ്പൊ പിന്നെ പാടുമ്പോ എന്താണ് യാ വരാത്തെന്നാ ഞാൻ ചോദിച്ചത്. അന്നേരം പറ്റിയില്ല. അപ്പൊ ഇനി അത് ശ്രദ്ധിക്കണം കേട്ടോ. അത് 3-4 പ്രാവശ്യം മുമ്പൊരു പാട്ടിലും പറഞ്ഞിരുന്നത് പോലെ അത് കേൾക്കണം. അമ്മച്ചിക്കും ആശാരിക്കും എന്ന് പറഞ്ഞു. വൈശാഖ് എഴുതുമ്പോഴേ ആശാരിക്കും എന്നാണോ എഴുതാറ്, ആശാരിക്കും എന്നാണോ എഴുതാറ്? അത് എഴുതും അത് പാടില്ല, ഒന്നേ എഴുതാൻ പാടുള്ളൂ, ഒരെണ്ണേ പാടുള്ളൂ. ഏതും കൊണ്ട് ഏതെഴുതും? ഇനി ക്യും എഴുതാൻ പാടുള്ളൂ, കുമ്മ പാടില്ല. ഓക്കെ, മുമ്പ് ചിത്രശിലാപാളികൾ പാടിയില്ലേ, അന്ന് ഇതേപോലെ പറഞ്ഞ അതാ ഇപ്പോഴും കാൻ തന്നെ പറഞ്ഞു കേട്ടോ. ആരാധിക്കാൻ. നാടിനോട് സ്നേഹം കൂടിപ്പോയല്ലേ വൈശാഖ, എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, എനിവേസ് മാർക്സ് എത്രയുണ്ടെന്ന് നോക്കാം. രമേശ് സർ, ഔട്ട് ഓഫ് 30. ഔട്ട് ഓഫ് 30 ഞാൻ വൈശാഖിന് 22 മാർക്ക് കൊടുക്കുന്നത്. 22 ഔട്ട് ഓഫ് 30. ജോർജേട്ടാ 22. 22 again. ചേച്ചി ഔട്ട് ഓഫ് 40. 31. 31. അപ്പോ വൈശാഖിന്റെ ഇളയരാജ ഹിറ്റ്സ് റൗണ്ടിൽ ജഡ്ജസ് നൽകിയിരിക്കുന്നത് 75 മാർക്സ്.